ഓക്കെ. അടുത്തത് നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന ചാപ്റ്ററിൽ അടുത്ത് നമുക്ക് പറയാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ട്രേഡിംഗ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സ്റ്റോക്ക് മാർക്കറ്റ് വഴിയുള്ള ട്രേഡിംഗ് എന്നുള്ളത് പഴയ കാലത്തെ ട്രേഡിംഗ് എന്നുള്ളത് ഓപ്പൺ ഔട്ട് ക്രൈ സിസ്റ്റം ആയിരുന്നു. അത് മാറ്റിയിട്ട് പുതിയ കാലത്ത് അതായത് ന്യൂ സിസ്റ്റമായ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉപയോഗിച്ച് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയാം. അപ്പോൾ ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടെർമിനലിൻ്റെ സഹായത്തോടു കൂടെ ബ്രോക്കർമാരും അതുപോലെ തന്നെ വാങ്ങാൻ വരുന്നവരും വിൽക്കാൻ വരുന്നവരും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് നടപ്പിലാക്കുന്നതാണ് ഓൺലൈൻ ട്രേഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു കമ്പ്യൂട്ടർ ടെർമിനൽ ഉണ്ടാവും. അതുകൂടാതെ സെവറൽ ബ്രാഞ്ചസിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തന്നെ വ്യത്യസ്ത ബ്രാഞ്ചുകളിൽ അതിൻ്റെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ കമ്പ്യൂട്ടർ ടെർമിനലുമായി കണക്ട് ചെയ്തിട്ട് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ബ്രോക്കർമാർ തമ്മിൽ ഡീലിങ്സുകൾ നടപ്പിലാക്കുന്ന രീതിയാണ് നമ്മൾ ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം എന്നത് പറഞ്ഞു. അപ്പോൾ ആ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറയുന്നത് മാത്രം. എന്തൊക്കെയാണ്? ട്രാൻസ്പെറൻസി, അതായത് കമ്പ്യൂട്ടറിൻ്റെ എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും എന്തിനുണ്ടാവും, ഒരു ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റത്തിനുണ്ടാവും. ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സുതാര്യത. ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഓപ്പൺ ഔട്ട് ക്രൈ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സുതാര്യത കൂടുതലായിരിക്കും. സുതാര്യത ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ അത് സാധിക്കും. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കാര്യക്ഷമമായ വിവര സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നതിന് ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ കൃത്യമായ ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ എഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ, പ്രവർത്തനത്തിൽ കാര്യക്ഷമത കൊണ്ടുവരുന്നുണ്ട്. ഓപ്പറേഷൻസിൽ അല്ലെങ്കിൽ എഫിഷ്യൻസി കൊണ്ടുവരാൻ ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട്. പിന്നെ വൈഡ് കവറേജ്, നാലാമത്തെയാണ് വൈഡ് കവറേജ്. വൈഡ് കവറേജ് എന്ന് പറഞ്ഞാൽ വിശാലമായ കവറേജ് ഉണ്ട്, അതായത് ഒരുപാട് ഏരിയസിനെ കവർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ മറ്റേതായിരുന്നെങ്കിൽ പഴയ സിസ്റ്റം ആയിരുന്നെങ്കിൽ ഓപ്പൺ ഔട്ട് ക്രൈ സിസ്റ്റം ആണെന്നെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഒരു പർട്ടിക്കുലർ ഡേയിൽ വന്നു ചേരുകയും ആ ഡേയിൽ അവിടെ വന്നു ചേരുന്നതിനനുസരിച്ച് മാത്രമാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നുള്ളൂ. മറിച്ച് ഇവിടെയാണെന്നുണ്ടെങ്കിൽ വൈഡ് കവറേജ് അല്ലെങ്കിൽ വിശാലമായ കവറേജ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സിംഗിൾ സ്റ്റേജാണ്. സിംഗിൾ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എന്നുള്ള ഒരൊറ്റ ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടെ ലോകത്ത് ഏത് ഭാഗത്തു നിന്നിട്ട് വേണമെങ്കിലും ഉൽപ്പന്നങ്ങളുടെ വാങ്ങലോ വിൽപ്പനയോ നടപ്പിലാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിംഗിൾ സ്റ്റേജ് വഴി ഉൽപ്പന്നങ്ങളുടെ വാങ്ങലോ വിൽപ്പനയോ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. അപ്പോൾ ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നു, എഫിഷ്യൻ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള വിവര സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ പ്രവർത്തനത്തിൽ കാര്യക്ഷമത കൊണ്ടുവരുന്നുണ്ട്, വൈഡ് കവറേജ് ഒരുപാട് ഏരിയാസിനെ കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സിംഗിൾ സ്റ്റേജ് അല്ലെങ്കിൽ ഒറ്റ വേദിയാണത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം. ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റത്തിൽ 5 തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന് ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സുതാര്യത, രണ്ടാമത്തത് എഫിഷ്യൻ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കാര്യക്ഷമതയുള്ള വിവരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മൂന്നാമത്തത് എഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ എഫിഷ്യൻസി കൊണ്ടുവരുന്നുണ്ട്, നാലാമത്തത് വൈഡ് കവറേജ് അല്ലെങ്കിൽ വിശാലമായ കവറേജാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അഞ്ചാമത്തത് സിംഗിൾ സ്റ്റേജ് അല്ലെങ്കിൽ ഒറ്റ വേദിയാണത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒറ്റ വേദിയിൽ കൂടെ തന്നെ, ഒറ്റ വേദി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ ടെർമിനൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ ടെർമിനൽസിൻ്റെ സഹായത്തോടു കൂടെ ട്രേഡിംഗ് സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ ടെർമിനലുകളുടെ സഹായം തേടുന്നതുകൊണ്ടാണ് സിംഗിൾ സ്റ്റേജ് എന്ന കാറ്റഗറിയിൽ അതിനെ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. പഴയകാല രീതി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഔട്ട് ക്രൈ സിസ്റ്റം ആയിരുന്നു. ആ ഓപ്പൺ ഔട്ട് ക്രൈ സിസ്റ്റത്തിന് പരിണാമം സംഭവിച്ചിട്ടാണ് ഇന്നത്തെ കാലത്തുള്ള ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം അഥവാ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് സ്റ്റെപ്സ് ഇൻ ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് പ്രൊസീജിയർ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നതെന്ന് പറഞ്ഞു. ആ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്ന ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റത്തിൻ്റെ സ്റ്റെപ്പുകളും അതിൻ്റെ എങ്ങനെയാണ് സെറ്റിൽമെൻറ്റ് ചെയ്യുക എന്നതിൻ്റെ പ്രൊസീജിയറുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ഓൺലൈൻ ട്രേഡിംഗ് ഈസ് പോസിബിൾ, എങ്ങനെയായിരിക്കും ഓൺലൈൻ ട്രേഡ് നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് നടപ്പിലാക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ സെറ്റിൽമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സർട്ടൻ ഡിസിഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്സ് ഇൻ ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് പ്രൊസീജിയർ, ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് പ്രൊസീജിയറിൽ വരുന്ന ചില സ്റ്റെപ്സുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെലക്ട് എ ബ്രോക്കർ, സെക്കൻഡ് വൺ സ്റ്റാർട്ട് എ ഡിമാറ്റ് അക്കൗണ്ട് വിത്ത് ഡെപ്പോസിറ്ററി, DCAT അല്ല DMAT ആണ്, എം ആണ്, അത് സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. DEMAT ഡിമെറ്റീരിയലൈസേഷൻ എന്നുള്ളത് എം ആണ് കേട്ടോ, DEK അല്ല, കെ എന്നുള്ളത് തെറ്റി വന്നതാണ്, ഇപ്പോഴാണ് കണ്ടത്.
കെ അല്ല, എം ആണ്. സ്റ്റാർട്ട് എ ഡിമാറ്റ് അക്കൗണ്ട് വിത്ത് ഡെപ്പോസിറ്ററി. മൂന്നാമത്തത് പ്ലേസ് എൻ ഓർഡർ. നാലാമത്തത് എക്സിക്യൂട്ട് ദ ഓർഡർ. അഞ്ചാമത്തത് സെറ്റിൽമെൻറ്റ്. അതായത് ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് പ്രൊസീജിയറിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? സെലക്ട് എ ബ്രോക്കർ. ആദ്യം ഓൺലൈൻ ട്രേഡിംഗ് നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക വെച്ചാൽ ഒരു ബ്രോക്കറെ തിരഞ്ഞെടുക്കലാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രവർത്തനം എന്നുള്ളത്. ബ്രോക്കറെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോക്കർ എന്ന് പറഞ്ഞാൽ വാങ്ങാൻ വരുന്ന ആളുടെയും വിൽക്കാൻ വരുന്ന ആളുടെയും ഇടനിലക്കാരനെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ബ്രോക്കർമാരെന്ന് പറയുന്നത്. വാങ്ങാൻ വരുന്ന ആൾക്കൊരു ബ്രോക്കർ ഉണ്ടാവും, വിൽക്കാൻ വരുന്ന ആളുകൾക്കും ബ്രോക്കർമാരുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അനുയോജ്യനായിട്ടുള്ള ഒരു ബ്രോക്കറെ തിരഞ്ഞെടുത്തിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്രോക്കറെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അനുയോജ്യമായ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുക. ആ ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ കാർഡ് നമ്പർ കൊടുക്കണം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ജനന തീയതി രേഖപ്പെടുത്തണം. അഡ്രസ്സ്, നമ്മളുടെ പേഴ്സണൽ അഡ്രസ്സ് രേഖപ്പെടുത്തണം. വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ രേഖപ്പെടുത്തണം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ മുതലായവ ഒരു നിക്ഷേപകൻ ബ്രോക്കർക്ക് നൽകണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഓൺലൈൻ ട്രേഡിംഗ് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഒരു ഏജൻറ്റിനെ അല്ലെങ്കിൽ ബ്രോക്കറിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടൊരു ബ്രോക്കർ ആവശ്യമാണ്. അപ്പോൾ ബ്രോക്കർ അല്ലെങ്കിൽ ഒരു ഏജൻറ്റിനെ തിരഞ്ഞെടുത്ത് അതിൽ ഉടമ്പടിയിൽ ഏർപ്പെടും. അപ്പോൾ ബ്രോക്കറെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വഴി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓൺലൈൻ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടെ ഒരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുകയും അതിന് അദ്ദേഹവുമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്യാം. ആ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന സമയത്ത് പാൻ കാർഡ് നമ്പർ, ജനന തീയതി, അഡ്രസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ മുതലായവ നിക്ഷേപകൻ ബ്രോക്കർക്ക് നൽകണം. അതിനുശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ബ്രോക്കർ നിക്ഷേപകൻ്റെ പേരിൽ ഒരു വ്യാപാര അക്കൗണ്ട് ആരംഭിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇഫ് എൻ ഇൻവെസ്റ്റർ വിഷസ് ടു ബൈ ഓർ സെൽ എനി സെക്യൂരിറ്റി, വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ ഫസ്റ്റ് ഒരു രജിസ്റ്റേർഡ് ബ്രോക്കറിനെ അപ്രോച്ച് ചെയ്യണം. ബ്രോക്കറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം രജിസ്റ്റർ ചെയ്യപ്പെട്ട ബ്രോക്കറാണ്, വ്യാജ ബ്രോക്കർ അല്ല. അതായത് യഥാർത്ഥത്തിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഉൽപ്പന്നങ്ങൾ വാങ്ങാനോ വിൽക്കാനോ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു ബ്രോക്കറാണെന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് ബ്രോക്കറാകുന്ന സമയത്ത് ബ്രോക്കറുടെ അംഗീകാരം എന്നുള്ള സെബി എന്നുള്ള സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ബ്രോക്കറായിരിക്കണം. അത് ആ ബ്രോക്കർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബ്രോക്കറെ അപ്രോച്ച് ചെയ്യുകയും അതുപോലെ തന്നെ സബ് ബ്രോക്കറാകാം, അതാവാം, ആൻഡ് എൻ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ് വിത്ത് ഹിം, അദ്ദേഹവുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇൻവെസ്റ്റർ ഹാസ് ടു സൈൻ എ ബ്രോക്കർ ക്ലൈൻറ്റ് എഗ്രിമെൻറ്റ്, ഒരു ബ്രോക്കർ ക്ലൈൻറ്റ് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുകയും ആൻഡ് എ ക്ലൈൻറ്റ് രജിസ്ട്രേഷൻ ഫോം ബിഫോർ പ്ലേസിംഗ് എൻ ഓർഡർ ടു ബൈ ഓർ സെൽ സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റികൾ വാങ്ങാനോ വിൽക്കാനോ ഉള്ള ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുൻപേ ഇൻവെസ്റ്റർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബ്രോക്കർ ക്ലൈൻറ്റ് എഗ്രിമെൻറ്റ് ഫോമിൽ സൈൻ ചെയ്യണം. ക്ലൈൻറ്റ് അതായത് ബ്രോക്കറുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ഫോം അല്ലെങ്കിൽ ക്ലൈൻറ്റ് രജിസ്ട്രേഷൻ ഫോമിൽ സൈൻ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ബ്രോക്കറുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രോക്കറുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് വെച്ചാൽ ആദ്യം കൊടുക്കേണ്ടത് പാൻ കാർഡ് നമ്പറാണ്. രണ്ടാമത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് അഡ്രസ്സ്. മൂന്നാമത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ഒക്യുപ്പേഷൻ. നാലാമത്തെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറഞ്ഞാൽ ഇന്ത്യൻ ആണോ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണോ എന്നുള്ളത്. ഇന്ത്യക്കാർക്ക് മാത്രമല്ല നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനും എന്ത് ചെയ്യാം, വ്യാപാരത്തിൽ പങ്കെടുക്കാം. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞു. ഒന്ന് നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡും അതുപോലെ തന്നെ CDSL സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. ഈ ഏത് സ്ഥാപനത്തിൻ്റെ ഡെപ്പോസിറ്ററി ആണെന്നുള്ളത് തിരിച്ചറിയുന്ന ഡീറ്റെയിൽസ്. പിന്നെ നെയിം ഓഫ് ദ ബ്രോക്കറുടെ ഏതെങ്കിലും ബ്രോക്കറുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രോക്കറുടെ പേരും കാര്യങ്ങളും. ക്ലൈൻറ്റ് കോഡ് നമ്പർ ഇൻ ദ ക്ലൈൻറ്റ് രജിസ്ട്രേഷൻ ഫോം. ക്ലൈൻറ്റ് രജിസ്ട്രേഷൻ ഫോമിൽ ഒരു കോഡ് നമ്പർ ഉണ്ടാവും. ആ ക്ലൈൻറ്റ് കോഡ് നമ്പറും എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ്, ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും വേണ്ട ചില ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ തരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ബ്രോക്കറുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുക. രണ്ടാമത്തത് സ്റ്റാർട്ട് എ ഡിമാറ്റ് അക്കൗണ്ട് വിത്ത് ഡെപ്പോസിറ്ററി. DCAT അല്ല, DMAT ആണ്. അത് K എന്നല്ല, തെറ്റി എഴുതിയിരിക്കുകയാണ്. തെറ്റി സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. DMAT ആണ്, M ആണ്. DMAT എന്ന് പറഞ്ഞാൽ ഡീമെറ്റീരിയലൈസേഷൻ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റർ ഹാസ് ടു ഓപ്പൺ എ ഡിമാറ്റ് അക്കൗണ്ട് ഓർ ബെനഫിഷ്യൽ ഓണർ അക്കൗണ്ട് വിത്ത് എ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഫോർ ഹോൾഡിംഗ് ആൻഡ് ട്രാൻസ്ഫറിംഗ് സെക്യൂരിറ്റീസ് ഇൻ ദ ഡിമാറ്റ് ഫോം. ഹി വിൽ ആൾസോ ഹാവ് ടു ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ഫോർ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇൻ ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അതായത് ഡെപ്പോസിറ്ററിയുമായിട്ടൊരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിക്ഷേപകൻ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റുമായി ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിക്കുകയും
DP അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്തൊക്കെ ആകാം? ഒരു ബ്രോക്കറോ അല്ലെങ്കിൽ ബാങ്കോ ഒരു ധനകാര്യ സ്ഥാപനമോ ആകാം. അപ്പോൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റുമായിട്ട് ഒരു ഡീമെറ്റീരിയലൈസേഷൻ അക്കൗണ്ട് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ട കടമ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ DP എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആകാം? ഒരു ബ്രോക്കറാകാം, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം, ഒരു ബാങ്ക് ആകാം, ഒരു ധനകാര്യ സ്ഥാപനം ആകാം. അപ്പോൾ സെക്യൂരിറ്റീസ് മാർക്കറ്റുമായിട്ട് ഡീൽ ചെയ്യാൻ നിർബന്ധമായിട്ടും ഒരു ഡിമാറ്റ് അക്കൗണ്ട്, ഇന്നത്തെ സിറ്റുവേഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് എന്നുള്ളത് ഫോം ചെയ്യണം. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഷെയറുകളെ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് ആക്കി മാറ്റുന്ന ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ ഡീമെറ്റീരിയലൈസേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കയ്യിലുള്ള ഷെയറുകളെ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയ, അല്ലെങ്കിൽ ഫിസിക്കൽ ഷെയറുകളെ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാൻസാക്ഷൻസ് എല്ലാം ഇലക്ട്രോണിക്കലി ആയത് കാരണം കൊണ്ട് തന്നെ ഷെയർ സർട്ടിഫിക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രോണിക്കലി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റുമായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് എന്നുള്ളത് ഫോം ചെയ്യണം. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആകാം? ബ്രോക്കറാകാം, ബാങ്ക് ആകാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞത്. ക്യാഷ് ട്രാൻസാക്ഷൻസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ഇൻ ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേത് പറഞ്ഞാൽ പ്ലേസിങ് ആൻ ഓർഡർ പ്ലേസ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഇൻവെസ്റ്റർ ഹാസ് ടേക്കൻ ദെൻ പ്ലേസസ് ആൻ ഓർഡർ വിത്ത് ദ ബ്രോക്കർ ടു ബൈ ഓർ സെൽ ഷെയർസ്. Clear instructions have to be given about the number of shares and the price at which the shares should be bought and sold. The broker will then go online and connect to the main stock exchange and match the share and best price available. അതായത് ഓർഡർ നൽകുക എന്നുള്ളതാണ് മൂന്നാമത് ചെയ്യേണ്ട കർത്തവ്യം. ഇപ്പം നിക്ഷേപകൻ വ്യക്തമായ വ്യവസ്ഥകളോടെ സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള ഓർഡർ ബ്രോക്കർക്ക് നൽകുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ എന്ത് ചെയ്യുക? വാങ്ങാനോ വിൽക്കാനോ ഉള്ള ഒരു ഓർഡർ ആർക്ക് നൽകുക? ബ്രോക്കർക്ക് നൽകുക. അപ്പോൾ തൻ്റെ കൈവശം ഉൽപ്പന്നം വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വാങ്ങാനുള്ള താല്പര്യം അറിയിക്കുക. വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, വസ്തു വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഓർഡർ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ എന്നുള്ളത് ഇൻവെസ്റ്റർ ബ്രോക്കർക്ക് പ്ലേസ് ചെയ്യുക. ഇവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ഗിവൻ എബൌട്ട് ദ നമ്പർ ഓഫ് ഷെയർസിൻ്റെ എണ്ണം കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ആൻഡ് ദ പ്രൈസ് അറ്റ് വിച്ച് ഷെയർ ഷുഡ് ബി ബോട്ട് ആൻഡ് സോൾഡ്. എത്ര രൂപയ്ക്കാണ് ഷെയർ വാങ്ങുന്നത് അല്ലെങ്കിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ടും അവിടെ രേഖപ്പെടുത്തണം. അപ്പോൾ വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്ന ഷെയറിൻ്റെ എണ്ണവും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത് ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത്. ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ഗിവൻ ടു ദ നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഷെയർസ് ഷുഡ് ബി ബോട്ട് ആൻഡ് സോൾഡ്. എത്ര രൂപയ്ക്കാണ് ഷെയറുകൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നത് എന്നുള്ളതും എത്ര ഷെയറുകൾ വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചിട്ടുള്ള ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബ്രോക്കർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബ്രോക്കർ കണക്ട് ടു ദ മെയിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് കണക്ട് ചെയ്യുകയും ആൻഡ് ബാച്ച് ദ ഷെയർ ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ. ആ പർട്ടിക്കുലർ ഷെയറിൻ്റെ ബെസ്റ്റ് പ്രൈസ് എത്രയാണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസിന് അതിനെ മാച്ച് ചെയ്യും. അപ്പോൾ വ്യക്തി പറയുന്ന പ്രൈസും യഥാർത്ഥത്തിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതിന് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസും തമ്മിൽ മാച്ച് ചെയ്യുകയാണ് അവിടെ ചെയ്യുക. ഇനി നാലാമത്തേത് എക്സിക്യൂട്ട് ദ ഓർഡർ അല്ലെങ്കിൽ ഓർഡർ നടപ്പിലാക്കൽ എന്ന് പറയുന്നത്. ഓർഡർ നടപ്പിലാക്കൽ എങ്ങനെയാണ്? വെൻ ദ ഷെയർസ് ക്യാൻ ബി ബോട്ട് ഓർ സോൾഡ് അറ്റ് ദ പ്രൈസ് മെൻഷൻ ഇറ്റ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ബ്രോക്കേഴ്സ് ടെർമിനൽ ആൻഡ് ദ ഓർഡർ വിൽ ബി എക്സിക്യൂട്ടഡ് ഇലക്ട്രോണിക്കലി. ആഫ്റ്റർ ദ ട്രേഡ് ഹാസ് ബീൻ എക്സിക്യൂട്ടഡ് വിത്തിൻ 24 hours the broker issues a contract note. This note contains the details of the number of shares bought or sold, the price, the date and the time of deal and the brokerage charges. അതായത് ഓർഡർ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രോക്കർ തൻ്റെ കമ്പ്യൂട്ടർ ടെർമിനൽ വഴി ഓർഡർ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ഓർഡർ നടപ്പിലാക്കി 24 മണിക്കൂറിനുള്ളിൽ 24 ഹവറിൻ്റെ ഉള്ളിൽ ബ്രോക്കർ ഒരു കോൺട്രാക്റ്റ് നോട്ട് നൽകും. വാങ്ങിയ അല്ലെങ്കിൽ വിറ്റ ഓഹരികളുടെ എണ്ണം, അതിൻ്റെ വില, ഇടപാട് നടന്ന തീയതി, സമയം, ബ്രോക്കറേജ് മുതലായ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നോട്ടായിരിക്കും ഈ കോൺട്രാക്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറുകൾ ബോട്ട് ചെയ്യുകയോ സോൾഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യും. ഇറ്റ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ബ്രോക്കേഴ്സ് ടെർമിനൽ. എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് വിറ്റത് എന്നുള്ളതിൻ്റെ പ്രൈസ് ബ്രോക്കറുടെ കമ്പ്യൂട്ടർ ടെർമിനലിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അങ്ങനെ കമ്പ്യൂട്ടർ ടെർമിനലിൽ സ്വീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ ഇലക്ട്രോണിക്കലി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഓർഡർ അവിടെ ഇലക്ട്രോണിക്കലി എക്സിക്യൂട്ട് ചെയ്യും. 24 മണിക്കൂർ കഴിഞ്ഞാൽ ഓർഡർ എക്സിക്യൂട്ട് ചെയ്തിട്ട് 24 ഹവറിന് ശേഷം
ഒരു കോൺട്രാക്റ്റ് നോട്ട് ബ്രോക്കർ ഇഷ്യൂ ചെയ്യും. ട്രേഡ് നടപ്പിലായി എന്നതിൻ്റെ ഭാഗമായിട്ട് അതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. ഈ കോൺട്രാക്റ്റ് നോട്ടിൽ എത്ര രൂപയ്ക്കാണ് ഷെയറുകൾ വാങ്ങിയതാണെങ്കിൽ വാങ്ങിയത്, അല്ലെങ്കിൽ വിറ്റതാണെങ്കിൽ വിറ്റത് എന്നതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ വില, പ്രൈസ്, അതുപോലെ തന്നെ എന്നാണ് എന്നുള്ളതിൻ്റെ ഡേറ്റും, അതുപോലെ തന്നെ ടൈം, സമയവും ഡേറ്റും, ഡീലിൻ്റെ ടൈമും ഡേറ്റും, അതുപോലെ തന്നെ ബ്രോക്കറുടെ കമ്മീഷനായിട്ടുള്ള ബ്രോക്കറേജ് ചാർജസും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നോട്ട് ഇൻവെസ്റ്റർക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിൽമെൻ്റ് ആണ്. ലാസ്റ്റ് സ്റ്റെപ്പാണ് സെറ്റിൽമെൻറ്റ്. നൗ ദ ഇൻവെസ്റ്റർ ഹാസ് ടു ഡെലിവർ ദ ഷെയർസ് സോൾഡ് ഓർ പേ ദ ക്യാഷ് ഫോർ ദ ഷെയർസ് ബോട്ട്. Cash is paid or securities are delivered on pay in day, which is before the T+2 day, as the deal has to be settled and finalized on the T+2 day. On the T+2 day, the exchange will deliver the share or make payment to the other broker. This is called pay out day. The broker can make delivery of shares in demat form directly to the investor's demat account. അതായത് സെറ്റിൽമെൻ്റ് ആണ് ഏറ്റവും അവസാനത്തെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിക്ഷേപകൻ വിറ്റ ഓഹരികൾ ബ്രോക്കർക്ക് കൈമാറുകയോ അല്ലെങ്കിൽ വാങ്ങിയ ഓഹരികളുടെ പണം ബ്രോക്കർക്ക് കൊടുക്കുകയോ ചെയ്യണം. മനസ്സിലായോ? ഇപ്പം ഈ സന്ദർഭത്തിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിക്ഷേപകൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ വിറ്റ ഓഹരികൾ ബ്രോക്കർക്ക് കൈമാറുകയോ അല്ലെങ്കിൽ വാങ്ങിയ ഓഹരികളുടെ പണം ബ്രോക്കർക്ക് കൊടുക്കുകയോ ചെയ്യണം. ഇത് കോൺട്രാക്റ്റ് നോട്ട് കിട്ടി ഉടനെയോ അല്ലെങ്കിൽ ബ്രോക്കർ ഓഹരികളുടെ പണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൈമാറുന്നതിന് തൊട്ട് മുൻപോ ചെയ്യണം. ഇതിനെ പേ ഇൻ ഡേ എന്നാണ് പറയുക. പേ ഇൻ ഡേ എന്ന് പറയും. സെറ്റിൽമെൻറ്റ് നടക്കുന്നത് സാധാരണഗതിയിൽ T+2 വ്യവസ്ഥയിലാണ്. T+2 എന്ന് പറഞ്ഞാൽ ട്രേഡ് +2 എന്നാണ് അർത്ഥം. ട്രേഡ് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ആണ് സെറ്റിൽമെൻറ്റ് നടപ്പിലാക്കുക. വ്യാപാരം നടന്ന് 2 ദിവസത്തിനുള്ളിൽ സെറ്റിൽമെൻറ്റ് നടപ്പിലാക്കണം എന്നാണ് അതിൻ്റെ റൂള്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റൂള്. ഇപ്പോൾ തിങ്കളാഴ്ചയാണ് വ്യാപാരം നടന്നതെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച എന്ത് ചെയ്യണം? സെറ്റിൽമെൻറ്റ് നടപ്പിലാക്കണം. T+2 ഡേയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരികൾ പണം മറ്റേ ബ്രോക്കർക്ക് കൈമാറേണ്ടതാണ്. ഇതിനെ പേ ഔട്ട് ഡേ എന്ന് പറയും. എന്നാണ് പണം കൈമാറ്റം ചെയ്യുന്നത് വെച്ചാൽ അതിനെ നമ്മൾ പേ ഔട്ട് ഡേ പറയും. ഇതിനെ പേ ഔട്ട് ഡേ എന്ന് പറയും. പിന്നീട് നിക്ഷേപക ബ്രോക്കർ ഡിമാറ്റ് അക്കൗണ്ടിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തും. അതായത് വിറ്റ ഓഹരികൾ കുറയ്ക്കുകയും വാങ്ങിയ ഓഹരികൾ കൂട്ടുകയും ചെയ്യും. വിറ്റ ഓഹരികൾ കുറയ്ക്കുകയും വാങ്ങിയ ഓഹരികൾ അദ്ദേഹം കൂട്ടുകയും ചെയ്യും. ഇപ്പോൾ ഓഹരി വാങ്ങുകയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഓഹരിയുടെ കൂടെ അത് കൂട്ടും. വിൽക്കുകയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഓഹരിയിൽ നിന്നും വിറ്റ ഓഹരികൾ കുറയ്ക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് സെറ്റിൽമെൻറ്റ് എന്ന് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാ വെച്ചാൽ, നൗ ദ ഇൻവെസ്റ്റർ ഹാസ് ടു ഡെലിവർ ദ ഷെയർസ് സോൾഡ് ഓർ പേ ദ ക്യാഷ് ഫോർ ദ ഷെയർസ് ബോട്ട്. അതായത് ഷെയറുകൾ ഡെലിവർ ചെയ്യുകയോ അല്ലെങ്കിൽ വാങ്ങിയ ഷെയറിൻ്റെ ക്യാഷ് കൊടുക്കുകയോ ചെയ്യണം. ഇപ്പോൾ ഇൻവെസ്റ്റർ ഷെയറുകൾ ഡെലിവർ ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ചെയ്യുന്നത് വാങ്ങിയ ഷെയറിൻ്റെ ക്യാഷ് കൊടുക്കുകയോ ചെയ്യും. ഷെയർ വാങ്ങുകയാണ് ചെയ്തതെങ്കിൽ ക്യാഷ് ബ്രോക്കറേജായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ വിൽക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഷെയറുകളായിട്ട് ഡെലിവർ ചെയ്യുകയോ ചെയ്യണം. അപ്പോൾ ക്യാഷ് ഈസ് പെയ്ഡ് ഓർ സെക്യൂരിറ്റീസ് ആർ ഡെലിവേർഡ്. ക്യാഷ് പേ ചെയ്യുന്നതും സെക്യൂരിറ്റികൾ ഡെലിവർ ചെയ്യുന്നതുമായിട്ടുള്ള ഡേറ്റിന് നമ്മൾ പേ ഇൻ ഡേ എന്ന് പറയും. വിച്ച് ഈസ് ബിഫോർ ദ T+2 ഡേ. ട്രേഡ് കഴിഞ്ഞ് 2 ദിവസത്തിന് മുൻപായിരിക്കണം അത് നടപ്പിലാക്കേണ്ടത്. ആസ് ദ ഡീൽ ഹാസ് ടു ബി സെറ്റിൽഡ് ആൻഡ് ഫൈനലൈസ്ഡ് ഓൺ ദാറ്റ് T+2 ഡേ. ഡീൽ എന്നുള്ളത് സെറ്റിൽ ചെയ്തത് ട്രേഡ് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിലായിരിക്കും ഡീൽ എന്നുള്ളത് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്. ഓൺ ദ T+2 ഡേ. T+2 ഡേയിൽ T+2 എന്ന് പറഞ്ഞാൽ ട്രേഡ് +2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ എക്സ്ചേഞ്ച് വിൽ ഡെലിവർ ദ ഷെയർ ഓർ മേക്ക് പേയ്മെൻറ്റ് ടു ദ അതർ ബ്രോക്കർ. അതായത് T+2 ഡേയിൽ ഈ എക്സ്ചേഞ്ച് എന്നുള്ളത് ഷെയർ ഡെലിവർ ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്താൽ മറ്റൊരു ബ്രോക്കർക്ക് അത് കൈമാറ്റം ചെയ്യുകയും ഓർ മേക്ക് പേയ്മെൻറ്റ് ടു ദ അതർ ബ്രോക്കർ, മറ്റൊരു ബ്രോക്കർക്ക് പേയ്മെൻറ്റ് നടപ്പിലാക്കുകയും ചെയ്യും. ഇതിനെയാണ് പേ ഔട്ട് ഡേ എന്ന് പറയുന്നത്. ദ ബ്രോക്കർ ക്യാൻ മേക്ക് ഡെലിവറി ഓഫ് ഷെയർസ് ഇൻ ഡിമാറ്റ് ഫോം ഡയറക്ട്ലി ടു ദ ഇൻവെസ്റ്റേഴ്സ് ഡിമാറ്റ് അക്കൗണ്ട്. ബ്രോക്കർക്ക് എന്ത് ചെയ്യാം? ക്യാൻ മേക്ക് ഡെലിവറി ഓഫ് ഷെയർസ്, ഷെയറുകളുടെ ഡെലിവറി എന്നുള്ളത് ഡിമാറ്റ് ഫോമിലേക്കാക്കി മാറ്റുകയും ആൻഡ് ഡയറക്ട്ലി ടു ദ ഇൻവെസ്റ്റേഴ്സ് ഡിമാറ്റ് അക്കൗണ്ട്, ഇൻവെസ്റ്ററുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റിൽമെൻറ്റ് എന്നുള്ളത് നടപ്പിലാവുന്നത്. ഇനി സം ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് നെസസറി ഫോർ ഓൺലൈൻ ട്രേഡിംഗ്. ഓൺലൈൻ ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് പാൻ നമ്പർ അല്ലെങ്കിൽ പാൻ കാർഡ് നമ്പർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് അഡ്രസ്സ്. മൂന്നാമത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ഒക്യുപ്പേഷൻ. നാലാമത്തത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, എവിടെയാണ് താമസിക്കുന്നതിൻ്റെ സ്റ്റാറ്റസ്, ഇന്ത്യൻ ആണോ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണോ എന്നുള്ളത്. അഞ്ചാമത്തത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. ആറാമത്തത് ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഡീറ്റെയിൽസ്. ഏഴാമത്തത് നെയിം ഓഫ് ബ്രോക്കർ. എട്ടാമത്തത് ക്ലയൻറ്റ് കോഡ് നമ്പർ, ക്ലയൻറ്റിൻ്റെ കോഡ് നമ്പർ.
ഇനി ലാസ്റ്റ് ഭാഗം പറഞ്ഞത് ക്യാഷ് ഈസ് പെയ്ഡ് ഓർ സെക്യൂരിറ്റീസ് ആർ ഡെലിവേർഡ് ഓൺ പേ ഇൻ ഡേ വിച്ച് ഈസ് ബിഫോർ ദ T+2 ഡേ ആസ് ദ ഡീൽ ഹാസ് ടു ബി സെറ്റിൽഡ് ആൻഡ് ഫൈനലൈസ്ഡ് ഓൺ ദ T+2 ഡേ. On the T+2 day, the exchange will deliver the share or make payment to the other broker. This is called pay out day. The broker can make delivery of shares in demat form directly to the investor's demat account. അപ്പോൾ ഇങ്ങനെയാണ് ഓൺലൈൻ വ്യാപാരം നടപ്പിലാക്കുന്നത്. അപ്പോൾ ഓൺലൈൻ വ്യാപാരം നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട സെറ്റിൽമെൻറ്റ് ക്രമങ്ങൾ എന്ന് പറയുന്നത് ആദ്യം ഒരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുക. ബ്രോക്കറെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ബ്രോക്കറുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും അദ്ദേഹവുമായിട്ട് പാൻ കാർഡ് നമ്പർ, ജനന തീയതി, അഡ്രസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ മുതലായവ നിക്ഷേപകൻ ബ്രോക്കർക്ക് നൽകുകയും അതിനുശേഷം ബ്രോക്കർ നിക്ഷേപകൻ്റെ പേരിൽ ഒരു വ്യാപാര അക്കൗണ്ട് ആരംഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ക്ലയൻറ്റ് രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും. ആ ക്ലയൻറ്റ് രജിസ്ട്രേഷൻ ഫോമിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ വ്യാപാര അക്കൗണ്ട് എന്നുള്ളത് ആരംഭിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്ററിയുമായിട്ടൊരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിക്ഷേപകർ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റുമായിട്ടൊരു ഡിമാറ്റ് അക്കൗണ്ട് ആരംഭിക്കും. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആകാം? ഒരു ബ്രോക്കറാകാം, ഒരു ബാങ്ക് ആകാം, അല്ലെങ്കിൽ ഒരു ധനകാര്യ സ്ഥാപനം ആകാം. മൂന്നാമതെന്ന് പറഞ്ഞാൽ ഓർഡർ നൽകുക. നിക്ഷേപകൻ വ്യക്തമായ വ്യവസ്ഥകളോടെ സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള ഓർഡർ ബ്രോക്കർക്ക് നൽകുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ നടപടിക്രമം. നാലാമത്തേത് ഓർഡർ നടപ്പിലാക്കൽ. ബ്രോക്കർ തൻ്റെ കമ്പ്യൂട്ടർ ടെർമിനൽ വഴി ഓർഡർ നടപ്പിലാക്കുകയും ഓർഡർ നടപ്പിലാക്കി 24 മണിക്കൂറിനുള്ളിൽ ഒരു കോൺട്രാക്റ്റ് നോട്ട് ബ്രോക്കർ ഇൻവെസ്റ്റർക്ക് നൽകും. വാങ്ങിയ അല്ലെങ്കിൽ വിറ്റ ഓഹരികളുടെ എണ്ണം, വില, ഇടപാട് നടന്ന തീയതിയും സമയവും, ബ്രോക്കറേജ് മുതലായ വിവരങ്ങൾ കോൺട്രാക്റ്റ് നോട്ടിൽ ഉണ്ടാകും. ലാസ്റ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിക്ഷേപകൻ വിറ്റ ഓഹരികൾ ബ്രോക്കർക്ക് കൈമാറുകയോ അല്ലെങ്കിൽ വാങ്ങിയ ഓഹരികളുടെ പണം ബ്രോക്കർക്ക് കൊടുക്കുകയോ ചെയ്യണം. ഇത് കോൺട്രാക്റ്റ് നോട്ട് കിട്ടി ഉടനെയോ അല്ലെങ്കിൽ ബ്രോക്കർ ഓഹരിയുടെ പണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൈമാറുന്നതിന് തൊട്ട് മുൻപോ ചെയ്യണം. ഇതിനെയാണ് പേ ഇൻ ഡേ എന്ന് പറയുക. സെറ്റിൽമെൻറ്റ് നടപ്പിലാക്കുന്നത് Trade+2 എന്ന വ്യവസ്ഥയിലാണ്. അതായത് T+2 ഡേയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരികളുടെ പണം മറ്റേ ബ്രോക്കർക്ക് കൈമാറേണ്ടതാണ്. ഇതിനെ പേ ഔട്ട് ഡേ എന്ന് പറയും. പിന്നീട് നിക്ഷേപക ബ്രോക്കർ ഡിമാറ്റ് അക്കൗണ്ടിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തും. അതായത് വിറ്റ ഓഹരികൾ കുറയ്ക്കുകയും വാങ്ങിയ ഓഹരികൾ ഇവിടെ കൂട്ടുകയും ചെയ്യും. വിറ്റ ഓഹരികൾ കുറയ്ക്കുകയും വാങ്ങിയ ഓഹരികൾ കൂട്ടുകയും ചെയ്യും. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് പാൻ കാർഡ് നമ്പർ, രണ്ടാമത്തേത് ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് അഡ്രസ്സ്, മൂന്നാമത്തെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ഒക്യുപ്പേഷൻ, നാലാമത്തേത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, വെദർ ഹീസ് ആൻ ഇന്ത്യൻ ഓർ NRI, ഇന്ത്യക്കാരനാണോ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണോ, ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന വ്യക്തിയാണോ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഡീറ്റെയിൽസ്, നെയിം ഓഫ് എനി അതർ ബാങ്കർ വിത്ത് ഹൂം രജിസ്റ്റേർഡ്, മറ്റേതെങ്കിലും ബ്രോക്കറുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര്, ക്ലയൻറ്റ് കോഡ് നമ്പർ ഇൻ ദ ക്ലയൻറ്റ് രജിസ്ട്രേഷൻ ഫോം. ക്ലയൻറ്റ് രജിസ്ട്രേഷൻ ഫോമിൽ ബ്രോക്കറുമായിട്ട് എഗ്രിമെൻറ്റ് ഏർപ്പെടുന്ന സമയത്ത് ഒരു ക്ലയൻറ്റ് രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും. ആ ക്ലയൻറ്റ് രജിസ്ട്രേഷൻ ഫോമിൻ്റെ കോഡ് നമ്പർ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ, ഇൻവെസ്റ്ററെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് പ്രൊസീജിയർ ഓൺലൈൻ വ്യാപാരത്തിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് പ്രൊസീജിയർ നടപ്പിലാക്കുന്നതിൻ്റെ ഘട്ടങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു റെഡി മാർക്കറ്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട സെക്യൂരിറ്റികളുടെ വാങ്ങലും വിൽക്കലും നടപ്പിലാകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ധർമ്മങ്ങളും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രേഡിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് പ്രൊസീജിയറുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.